കോപ്പയിൽ ആരായിരിക്കും കിരീടധാരികൾ? അതാണ് ഒരു പക്ഷേ ഇനിയുള്ള നിമിഷങ്ങളിൽ 5:30 പുലർച്ചെ തന്നെ കിക്ക് ഓഫ് നടക്കും. കോപ്പ അമേരിക്കയിൽ നാളെയാണ് കലാശ പോരാട്ടം. ലയണൽ മെസ്സിയുടെ അർജന്റീനയും ചിലിയും തമ്മിലാണ് ഫൈനൽ. കഴിഞ്ഞ വർഷത്തെ കോപ്പ ഫൈനലിൽ അർജന്റീനയെ കീഴടക്കിയാണ് ചിലി കിരീടം നേടിയത്. 23 വർഷത്തിന് ശേഷം മേജർ കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് അർജന്റീന. ആ കോപ്പയുടെ ആവേശങ്ങളും അവസാന നിമിഷങ്ങളിലേക്കുള്ള വിലയിരുത്തലുകളും ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള. ചർച്ചയിൽ നമ്മോടൊപ്പം ദേവദാസ് സ്പോർട്സ് നിരീക്ഷകൻ, ഒപ്പം സുദേശ് കായിക നിരീക്ഷകൻ നമ്മോടൊപ്പം തത്സമയം ചേരും. മറ്റ് അതിഥികൾ കൂടി ടെലിഫോൺ ലൈനിൽ എത്തും. ശ്രീ ദേവദാസ്, കലാശ പോരാട്ടം അതിൻ്റെ നിമിഷങ്ങൾ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഏറ്റുമുട്ടുന്ന രണ്ടുപേർക്കും, അർജന്റീന ചിലി, രണ്ടുപേർക്കും ഒട്ടേറെ കാര്യങ്ങൾ മൈതാനത്ത് അവകാശപ്പെടാൻ കഴിയും. അർജന്റീനയ്ക്ക് മേൽക്കൈ ഒരുപക്ഷെ അവകാശപ്പെടുമ്പോഴും ചിലി പ്രതിരോധം ശക്തമായി തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ടീം. പൊതുവേ താങ്കളുടെ നിരീക്ഷണത്തിൽ അർജന്റീനയിലേക്കുള്ള മേൽക്കൈ, ഒപ്പം തന്നെ ചിലിയിലും കാണുന്ന സവിശേഷത? ഇതിൽ ഈ കോപ്പ ഇതൊരു സെൻറ്റിനറി കോപ്പ കപ്പാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ജൂലൈ 4-നാണ് ചിലി അർജന്റീനയെ പെനാൽറ്റിയിൽ തോപ്പിച്ചത്. പക്ഷേ ഈ 100 ഇയേഴ്സ് ആയതുകൊണ്ടാണ് ഇപ്രാവശ്യമൊക്കെ. അപ്പോൾ ഒരു ബമ്പർ ലോട്ടറി പോലെ അർജന്റീനേൻ്റെ മുമ്പിൽ ഒരു ചാൻസ് വന്നതാണ്. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ ഈ അഡ്വാൻറ്റേജ് അർജൻറ്റീനക്കൊന്നുമില്ല. എന്താ പറയുക, ചിലിയും അർജൻറ്റീനയും ഈക്വൽ ടു ഈക്വൽ. എന്താ പറയുക, 1-1 ഫ്രം ഗോൾ കീപ്പർ ടു ദ ഫോർവേഡ് എല്ലാവരും ഈക്വലാണ്. പക്ഷേ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു മെജിഷ്യൻ മെസ്സിൻ്റെ ഒരു കാര്യം മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഹൗ മെസ്സി എങ്ങനെ ആ കളീനെ നിയന്ത്രിക്കുന്നു. മാരഡോണ 86-ൽ നിന്ന പോലെ നിയന്ത്രിക്കണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മെസ്സി ഈ കോപ്പ അമേരിക്ക മാത്രമല്ല മെസ്സിക്കുള്ളത്. കോപ്പ അമേരിക്ക 23 വർഷത്തിന് ശേഷം കിട്ടുകയും വേണം. അതേസമയം മെസ്സി ലോക താരമായിട്ട് അംഗീകരിക്കണ്ടെങ്കിൽ, മാരഡോണേൻ്റെയും പെലേൻ്റെ ഒപ്പവും അംഗീകരിക്കണ്ടെങ്കിൽ മെസ്സിക്കൊരു കപ്പ് വേണം. അത് ഈ കോപ്പ അമേരിക്ക മാത്രം പോരാ. കോപ്പ അമേരിക്ക ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദാറ്റ് ഗ്രേറ്റ്നെസ്. അത് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് റഷ്യയിലും കൂടി അടിച്ചാൽ മാത്രമേ മാരഡോണയായിട്ട് കമ്പയർ ചെയ്യൂ. അല്ലേ പിന്നെ ജോർജ് ബെസ്റ്റ്, ക്രിസ്ത്യാനോ റൊണാൾഡോ പോലത്തെ ക്ലബ് ബെക്കാമിനെ പോലത്തെ എല്ലാം ക്ലബ് പ്ലെയറായിട്ട് മാത്രം ചരിത്രം രേഖപ്പെടുത്തുള്ളൂ മെസ്സിനെ. അതുകൊണ്ട് മെസ്സി ഇപ്രാവശ്യം എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അർജന്റീന ഈസ് പ്ലേയിങ് ലൈക്ക് എ ടീം. 10-15 കൊല്ലത്തിനുള്ളിൽ മെസ്സി അല്ലാണ്ട്, അല്ലെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലാണ്ട്, ബാറ്റിസ്റ്റൂട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ട് കളിക്കുന്ന ഒരു, പിന്നെ ആ കോച്ച് മാർട്ടിനോ എന്ന് പറഞ്ഞ കോച്ചിൻ്റെ കീഴിൽ ഇവർ കളിക്കും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് Under-21 ടീംസിനെ 3 തവണ വേൾഡ് ചാമ്പ്യൻസ് ആക്കിയ കോച്ചാണത്. അതുകൊണ്ട് അയാൾക്ക് ഇൻസൈഡ് ഔട്ട് അറിയാം. പിന്നെ മെസ്സി ഈസ് സോ കോമ്പറ്റബിൾ വിത്ത് ദിസ് കോച്ച് മാർട്ടിനോ ആയിട്ട്. അതുകൊണ്ടാണ് അയാൾക്ക്. പക്ഷേ ഫെഡറേഷനായിട്ട് കുഴപ്പമാണ് മെസ്സി. ഇപ്പോൾ പ്ലെയിൻ തന്നെ ലേറ്റാക്കി അമേരിക്കയായിട്ട് ജയിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സി തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ആകെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് ചിലി, വർഗാസ്, സാഞ്ചസ്, ഫൂക്ക്, മറ്റേ ആൾട്രോ വിദൂര, അത് ഫൈനലിൽ കളിക്കുന്നുണ്ട്. അയാൾ ബയൺ മ്യൂണിക്കിൻ്റെ നിയന്ത്രിക്കും കളി. അതുകൊണ്ട് ചിലിയാണ് ആസ് സച്ച് ആസ് എ ടീം. എന്താ പറയുക, മെക്സിക്കോ ആയിട്ട് കളി പെർഫെക്റ്റ് ഫുട്ബോളാണ് കളിച്ചത്. അത് അർജന്റീന കളിച്ചിട്ടില്ല. പക്ഷേ ഹിഗ്വൈൻ, അഗ്വേറോ അങ്ങനത്തെ ഒരു അറ്റാക്കിംഗ് സ്റ്റൈലും, പിന്നെ ഡി മെറിയന 20 മിനിറ്റ്സ് ഫസ്റ്റ് 15 മിനിറ്റ്സും ലാസ്റ്റ് 15 മിനിറ്റ്സും നാളെ കളി നിയന്ത്രിക്കും. അതിൽ ആ ഡി മെറിയന ഫസ്റ്റിൽ ഫുള്ളി ഫിറ്റ് അല്ലെങ്കിലും 20 മിനിറ്റ്സ് ഇറക്കുന്ന നല്ല. എന്തായാലും ശ്രീദേവദാസ് താങ്കളിലേക്ക് എത്താം. അവകാശവാദങ്ങൾ ഒക്കെ, ചില മേൽക്കൈകൾ അർജന്റീനയ്ക്ക് അവകാശപ്പെടുമ്പോഴും ചിലി തള്ളിക്കളയാൻ കഴിയാത്ത ഏറ്റവും മികച്ച ടീം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ രീതിയിലുള്ള വിശകലനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. ദേശീയ ജേഴ്സിയിൽ, സ്വന്തം രാജ്യത്തിൻ്റെ ജേഴ്സിയിൽ ഒരു കിരീടം നേടുക, അത് മെസ്സിയെ സംബന്ധിച്ചോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചിലി തള്ളാൻ കഴിയാത്ത ടീം. പലപ്പോഴായി കഴിഞ്ഞ വർഷങ്ങളൊക്കെയും പരിശോധിച്ചാൽ ഫൈനലിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൗർഭാഗ്യം, ശാപം, ഇതൊക്കെ ഒരു പക്ഷേ ഇത്തവണയും വേട്ടയാടപ്പെടുമോ എന്ന ഒരു പക്ഷേ അർജന്റീന ആരാധകരുടെ ആ ഒരു പേടി. ഇങ്ങനെ നോക്കുമ്പോൾ വ്യക്തമായ സുശക്തമായ ടീം മെസ്സി ഗ്രൂപ്പ് മത്സരത്തിൽ കാണിച്ച ആ ഒരു മേൽക്കൈ, അവിടെ ചിലിയെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷം ഓരോ മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സി വളരെ സ്റ്റഡിയായി മുന്നോട്ട് പോയി. ഗോൾ വേട്ടയടക്കം എല്ലാം ഒരു സ്റ്റഡി ആയിട്ട് തന്നെ, പല ആരോപണങ്ങളടക്കം മാരഡോണ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയും നിഷ്ഫലമാക്കിക്കൊണ്ട് ഇതുവരെ എത്തുന്നു. അതുകൊണ്ട് മെസ്സിയെ തളയ്ക്കുക, അതുതന്നെ ആയിരിക്കുമോ ചിലി പ്രധാനമായും ഒരു പക്ഷേ അവർ മെനയുന്ന തന്ത്രം? അതെത്രത്തോളം ഒരു പക്ഷേ അവർ ഒരുക്കുന്ന കെണിയിൽ
പ്രത്യേകിച്ച് അവിടെയുള്ള കളിയുടെ ഓരോ രീതികളൊക്കെയും അത്രത്തോളം ആവേശം വലിയ ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം, ഇതൊക്കെ നിലനിൽക്കെ മെസ്സിയെ തളയ്ക്കുക, അതായിരിക്കുമോ ചിലി പ്രധാനമായും ഒരു പക്ഷേ തന്ത്രമായി ആവിഷ്കരിക്കുക? അത് ഏത് വേൾഡിൽ ഏത് ടീമും മെസ്സിനെ തളക്കുക അല്ലെ നെയ്മറെ തളക്കുക എന്നുള്ളൊരു പൊസിഷൻ തന്നെയാണ് എടുക്കുക. പക്ഷേ ഈ മാർട്ടിനോൻ്റെ കീഴിൽ എങ്ങനെയാണ്, മാർട്ടിനോന് അറിയാം എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് ഫ്രീ റണ്ണാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷനിലല്ല മെസ്സി, ലെഫ്റ്റോ റൈറ്റോ അല്ലെങ്കിൽ സെൻറ്റർ ഫോർവേഡോ ആയിട്ട് മെസ്സി നിൽക്കില്ല. മെസ്സിക്ക് ഒരു പൊസിഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു വിത്ഡ്രോവൺ ഫോർവേഡും ബിറ്റ്വീൻ ദ മിഡ്ഫീൽഡ് ആൻഡ് ഫോർവേഡിലായിരിക്കും മെസ്സി ഉണ്ടാവുക. അപ്പോൾ മെസ്സി എങ്ങനെ മേഞ്ഞ് ഫുട്ബോൾ ഫീൽഡിൽ നടക്കുമ്പം അവരുടെ ഗെയിം പ്ലാന് തെറ്റും. അതുതന്നെയാണ് അവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മെസ്സിൻ്റെ അടുക്ക ഒരു മൂന്നാൾ വരുമ്പോൾ അഗ്വാറോ മറ്റേ ഹിഗ്വെയിൻ എല്ലാം ഉണ്ട്, ഡെഡ്ലി സ്ട്രൈക്കേഴ്സിനെ വെച്ചിട്ട് അവർ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഓരോ നാളെ കാണുന്നത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിംഗ് ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, ഫസ്റ്റ് 15 മിനിറ്റ്സിൽ ചിലി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു വേവ് ആയിട്ട് മെക്സിക്കോ പോലെ ഗോൾ അടിക്കാൻ നോക്കും. എന്നിട്ട് ഗോൾ അടിച്ചാൽ ചിലി ഗോൾ അടിച്ചാൽ ഡിഫെൻഡ് ചെയ്യാനും നോക്കും. പിന്നെ ഒരു ഹാർഡ് ടാക്ലിങ്ങിലാണ് പോവുക. അതുകൊണ്ട് ഇതൊരു ഓൾ ഔട്ട് അറ്റാക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് 15 minutes and last 15 minutes will decide the game. And heavy goal scoring ഗെയിമും ആവാനാണ് സാധ്യത. ഇപ്പോൾ ഒരു 4-3 എന്നെല്ലാം വരാനും സാധ്യതയുണ്ട്. എന്താ പറയുക, മെസ്സി അതാണ് പറയുന്നത്. മെസ്സിനെ അങ്ങനെ നിങ്ങൾക്ക് തിളക്കാൻ പറ്റില്ല. മെസ്സി എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യത്തെ കളിയിൽ മെസ്സി ഇല്ലാണ്ടാണ് ജയിച്ചത്. അതിപ്പം ചിലിക്ക് പറയാം, ആൾട്രോ വിഡോറോ ഇല്ലാണ്ടാണ്, വിഡാൽ ഇല്ലാണ്ടാണ് അവരും ജയിച്ചത് സെമിയിൽ. അതുകൊണ്ട് അതെല്ലാം ഈക്വലാണ്. പക്ഷേ മെസ്സിൻ്റെ ഒരു വൺ ഡേ ഇതുണ്ട്, അതാണ് മാരഡോണൻ്റെ സ്ട്രൈക്ക്. അത് മാരഡോണൻ്റെ മെസ്സി നാളെ ഗോൾ അടിക്കണം എന്നില്ല, മെസ്സിൻ്റെ പാസസ് വിൽ ബി വെരി വൈറ്റൽ. മെസ്സി ഒരു പാസ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് മാറും. നാളെ ഒരു മിഡ്ഫീൽഡ് എന്നുള്ള ഒരു കളി നിയന്ത്രിക്കാനാണ് സാധ്യത എന്ന് ആദ്യം എനിക്ക് കാണുന്നത്. എന്താ പറയുക, സ്ട്രൈക്കേഴ്സ് അഗ്വേറോ ഉണ്ട്, ഹിഗ്വെയിൻ ഉണ്ട്, ഡി മെരിയ ഫുള്ളി ഫിറ്റായെങ്കിൽ ഡെഡ്ലി ആയിരിക്കും. പക്ഷേ ചിലി എന്താന്ന് പറഞ്ഞാൽ ചിലിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, കൈകൊണ്ട് ഒരു എവിടെയും ഇല്ലാണ്ട്. അവിടെയാണ് ശ്രീദേവാസ് അമിതമായ ആത്മവിശ്വാസം, കൂടുതൽ ഭാരം ഒരുപക്ഷെ അർജന്റീനയിലേക്ക് മേൽ കെട്ടിവെക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം പന്യൻ രവീന്ദ്രൻ, അദ്ദേഹം രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഫുട്ബോൾ ആരാധകൻ കൂടിയാണ്. ശ്രീ പന്യൻ, അർജന്റീന വിജയിക്കണം, അത് പ്രത്യേകിച്ച് മെസ്സിയുടെ കൂടി വിജയം, അവിടെ ഒരു സ്വന്തം ജേഴ്സി അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദേശീയ ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള ഒരു വിജയം, അതിനപ്പുറത്തേക്കൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴായി താങ്കളെ ഉൾപ്പെടെ നമ്മളെ മെസ്സി ആരാധകരെ അടക്കം നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ചില അട്ടിമറികൾ, ഇത്തവണ എന്തായാലും കോപ്പയിൽ ആ അട്ടിമറിക്കും അപ്പുറത്തേക്ക് അർജന്റീന മേൽക്കൈ നേടുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം. അല്ല, ഇതുവരെയുള്ള കളി നിരീക്ഷിച്ചാല് അർജന്റീനയാണ് ജയിച്ച ഒരു ടീം. കാരണം ഓരോ കളിയിലും അർജന്റീന അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയായിരുന്നു. മുമ്പ് നമ്മൾ കണ്ട അർജന്റീനയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജന്റീനയുടെ മനസ്സിൽ സംഘർഷമുണ്ട്. സംഘർഷം ഒരുപാട് കാലത്ത് മോഹമാണ്. കാത്തിരുന്ന് രക്ഷപ്പെട്ടില്ല. മത്സരത്തിൽ അവർക്ക് ഒരു വലിയ അടി പഴുതു. ഇനി അത് വരാതിരിക്കണമെങ്കിൽ ജയിച്ചേ മതിയാവും. പക്ഷേ എതിരാളി അത്ര മോശക്കാരല്ല. ചിലി എന്ന് പറയുന്ന ടീമിന്റെ കളി നമ്മൾ കണ്ടാൽ അവരുടെ ആവേശമുള്ള പടക്കുതിരകളെ പോലെ ഇങ്ങനെ ചാടി കയറി വരിക. ആ കയറ്റം ഒരുപക്ഷെ നമ്മൾ ഫുട്ബോളിൽ കാണാവുന്ന ഏറ്റവും ആവേശകരമായ കയറ്റമാണത്. എന്നാൽ സ്വതസിദ്ധമായി ഇവർക്കുള്ള ശൈലി അർജന്റീന, ആ ശൈലിയും ചിലിയുടെ ഈ ആവേശവും രണ്ടും കൂടി ചേരുമ്പോൾ നമുക്കൊരു നല്ല കളി കാണാം. ആ കളിയോടൊപ്പം വലിയ മാർജിനില്ലാതെ അർജന്റീനയുടെ വിജയം കാണാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അതായത് ശ്രീ പന്യൻ, അതാണ് ഫുട്ബോളിനെ സവിശേഷമാക്കുന്നത്, ആവേശത്തിലേക്ക് ആഴ്ത്തുന്നത്. ഇവിടെ ചിലിയുടെ ഒരു ഘടന, ഒരു ടീമിൻ്റെ ഘടന പോലും പരിശോധിച്ചാൽ ആദ്യം ഒരു ചെറിയ തോതിലൊരു ഒരു കാലിടറൽ, പിന്നീട് വളരെ സ്റ്റഡിയായി തന്നെ ട്രാക്കിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം. അവിടെ മാത്രമല്ല, ക്ലോഡിയോ ബ്രാവോ എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ ഗ്യാരി മെഡൽ അടക്കം വർഗാസ് അടക്കം പല കളിക്കാരുടെയൊക്കെ തന്നെ ഈ കഴിഞ്ഞ പോരാട്ടങ്ങൾ പരിശോധിച്ചാൽ വലിയ സ്റ്റഡിയായിട്ട് തന്നെ മുന്നോട്ടുള്ള പോക്ക്. ഇതൊക്കെ എന്തായാലും പഴയ അർജന്റീനയുടെ പല സ്വപ്നങ്ങളെയും തടയിട്ട രീതിയിൽ ആ അട്ടിമറി സാധ്യതകളൊക്കെ വീണ്ടും നമുക്ക് കാണേണ്ടി വരുമോ എന്ന് താങ്കൾ പോലും സംശയിക്കുന്നു. തീർച്ചയായിട്ടും ചിലിയുടെ കളിയുടെ സവിശേഷത താങ്കൾ പറഞ്ഞതുപോലെ ചിലി എപ്പോഴും ഏത് സമയത്തും ഒരു ചാട്ടത്തിൽ കൂടി മുമ്പോട്ട് വരാവുന്ന ടീമാണ്. അവരുടെ വലിയ പന്തിടക്കമാണ്, അവരുടെ സ്പീഡാണ്. ഒരു പവർ ഗെയിം കളിക്കുന്ന ഒരു ടീമാണ് അവർക്ക് ഏത് ടീമിനെയും വെല്ലുവിളിക്കാൻ കഴിയും. പക്ഷെ ഇപ്പുറത്ത് അർജന്റീന നിസ്സാരക്കാരല്ല. അർജന്റീന
ഒരുപാട് പരിചയവും പാരമ്പര്യമുള്ള ടീമും മാത്രമല്ല, ഏത് കളിയും അതിജീവിക്കാൻ പറ്റിയ ഏറ്റവും ശക്തനായ ഒരു തേരാളി അതിനുണ്ട്. ആ തേരാളിയാണ് മെസ്സി. മെസ്സിക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം കളിയിൽ ഇടറുന്നു എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അതെ, ഇപ്പോഴത് മാറി. മാത്രമല്ല, മെസ്സിയുടെ ഓരോ ഷോട്ടും നമ്മുടെ ലോകം കണ്ടുകൊണ്ടിരിക്കല്ലേ. അത്രമാത്രം പ്രഗത്ഭനായ മെസ്സിക്ക് ഈ കളി ജയിച്ചേ തീരൂ. നമുക്ക് മെസ്സി ജയിപ്പിച്ചേ കഴിയും. കാരണം ഒരുപാട് കാലത്തെ മോഹമാണ്. ആ മോഹത്തിന് സ്വപ്നം പൂവണിയണം. അതിനു വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം എനിക്ക് തോന്നുന്നത് അർജന്റീന ഇത്തവണ കോപ്പ അമേരിക്ക കൈവശപ്പെടുത്തുമെന്നാണ് എന്റെ പൂർണ്ണ പ്രതീക്ഷ. യെസ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. യാത്രയിലാണെന്ന് അറിയാമെങ്കിൽ കൂടിയും. ശ്രീ സുദേശ്, ഇവിടെയാണ് ശ്രീ പന്യൻ രവീന്ദ്രനെ പോലെയുള്ള ആരാധകരൊക്കെയും പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ. പക്ഷേ ആ പ്രതീക്ഷകൾ പലപ്പോഴും വലിയ സമ്മർദ്ദമായി അർജന്റീനയിലേക്ക് വരുന്നു. മാത്രമല്ല, ഇത്തവണ ചിലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യം, പക്ഷേ മെസ്സിക്ക് നേട്ടവുമായി, അല്ലെങ്കിൽ മെസ്സിയുടെ ടീമിന് നേട്ടവുമായി മാത്രമേ രാജ്യത്തേക്ക് തിരിച്ചെത്താൻ കഴിയുള്ളൂ. ഈ ടീമിൻ്റെ ഘടന പരിശോധിക്കാം. തുടക്കമുള്ള ഗ്രൂപ്പ് മത്സരമടക്കം ഉള്ള ആ ഒരു ഏറ്റുമുട്ടലിൻ്റെ അതിൻ്റെ റിസൾട്ട് അടക്കം പരിശോധിക്കാം. ഇതൊക്കെയും വരുമ്പോൾ മെസ്സിയിലേക്കാണ് ഏവരുടെയും പ്രതീക്ഷ. താങ്കൾ പോലും ഒരു പക്ഷേ ആ രാജ്യത്തെ വിലയിരുത്തുമ്പോൾ ആ മെസ്സി എന്ന ആ ഒരു പ്രധാന താരത്തിലേക്ക് പ്രതീക്ഷകൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. പതറുമോ പല ഘട്ടങ്ങളിലും കണ്ടതുപോലെ, കഴിഞ്ഞ വർഷം കഴിഞ്ഞ കോപ്പയിൽ ഫൈനലിൽ കണ്ടതുപോലെയുള്ള അട്ടിമറികൾ, ഇതൊക്കെയും ഒരു പക്ഷേ വിലയിരുത്തിയാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അർജന്റീനയുടെ ഒരു വിജയമാണ് പലരും കൊതിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള, അല്ലെങ്കിൽ പലരും വളരെയധികം സ്നേഹിക്കുന്ന ഒരു ടീമാണ്. ഒപ്പം തന്നെ മെസ്സി എന്ന ലോകോത്തര താരം പലരുടെയും പ്രിയപ്പെട്ട താരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിജയം മുന്നിൽ കാണുന്നു എന്ന് പറയാം. ഇവിടെ അത് പറയുമ്പോൾ തന്നെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ, ഈ കോപ്പ അമേരിക്ക അല്പം മങ്ങിപ്പോയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നീട് യൂറോ കപ്പ് വരവോട് ചെയ്തപ്പോൾ ആ ഒരു മങ്ങൽ കൂടുതൽ. എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു ഫൈനലാണ് ഇന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വളരെ മികച്ച 2 ടീമുകൾ തന്നെ ഫൈനലിലെത്തുന്നു. ഒപ്പം തന്നെ പ്രാഥമിക റൗണ്ടിലും മറ്റും നല്ലൊരു മത്സരം പോലും നമുക്ക് കാണാൻ സാധിച്ചില്ല. അർജന്റീനയുടെയും ഒരു ഘട്ടത്തിൽ ചിലിയുടെയും വിജയങ്ങൾ പരിശോധിക്കാം. അർജന്റീന 4-ഉം 5-ഉം 3-ഉം ഗോളുകൾക്കാണ് പല ടീമുകളെയും തോൽപ്പിക്കുന്നത്. തുടക്കത്തിൽ അർജന്റീനയോട് തോറ്റ ശേഷം അല്പം ഒന്ന് പതറിപ്പോയ ചിലി പിന്നീട് മെക്സിക്കോക്കെതിരെ 7 ഗോൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കൊളംബിയക്കെതിരെ 2 ഗോൾ. അങ്ങനെ ഏകപക്ഷീയമായി തോന്നുന്ന മത്സരങ്ങളായിരുന്നു. സ്വാഭാവികമായും ഈ ഫൈനലാണ് ഈ കോപ്പയുടെ ഒരു സിഗ്നേച്ചർ എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഉപരിയാണ് പ്രാധാന്യം മെസ്സി എന്ന താരം സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു കപ്പ് ഉയർത്തുന്ന കാഴ്ച. 5 തവണ ബാലൻഡിയോർ പുരസ്കാരം നേടി ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒട്ടനവധി കിരീടങ്ങൾ നേടിയിട്ടുള്ള മെസ്സി ഒരു കിരീടമുയർത്തുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഏവരും കാത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ലാതെ ചിലി കളിക്കുന്നു എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ലാറ്റിൻ ഫുട്ബോളിൽ ഇന്നും മേൽവിലാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അർജന്റീനയും ബ്രസീലും അല്ല ലാറ്റിൻ അമേരിക്ക എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് ചിലി. വിഡാലിനെ പോലെയും സാഞ്ചസിനെ പോലുള്ള താരങ്ങൾ ബയൺ മ്യൂണിക്കിനും ആഴ്സണലിനും പോലുള്ള യൂറോപ്പിലെ പ്രഗത്ഭ ടീമുകൾക്ക് വേണ്ടി കളിക്കുകയാണ്. ഒരു പിടി മികച്ച താരങ്ങളുണ്ടായി വരുന്നു. കഴിഞ്ഞ തവണ നടന്ന കോപ്പയിൽ നിന്നും ഏറെക്കുറെ സമാനമായ ടീമിനെയാണ് 2 പേരും കളിപ്പിക്കുന്നതെന്നും കൂടെ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ചിലിയെ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. അതായത് അട്ടിമറി, ഏത് നിമിഷം അട്ടിമറി പ്രതീക്ഷിക്കാം. മാത്രമല്ല, വ്യക്തമായ മെസ്സിയുടെ മേൽ വരുന്ന സമ്മർദ്ദം, ഇതൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടി കാണുന്നു. മാത്രമല്ല, തന്ത്രങ്ങൾ ഒരു പക്ഷേ മെസ്സിയെ തളയ്ക്കാൻ, നേരത്തെ ഞാൻ ദേവദാസിനോട് ചോദിച്ചതുപോലെ, മെസ്സിയെ തളച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പം എന്ന രീതിയിലേക്ക് ഉള്ള ബോധ്യം എന്തായാലും ചിലിക്ക് കാണും. ആ രീതിയിലൊക്കെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടാൽ പഴയ രീതിയിലുള്ള എല്ലാവരെയും ദുഃഖത്തിലേക്കും ആരാധകരെയും ഒക്കെ ആക്കിയിട്ടുള്ള ആ 23 വർഷത്തെ ഇടവേള ഒരു പക്ഷേ വീണ്ടും കാലഘട്ടം ദീർഘിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്തായാലും ചിലിക്ക് കഴിയും അർജന്റീനയെ. തീർച്ചയായും ഇവിടെ നമ്മൾ കാണണം, ചിലി കഴിഞ്ഞ വർഷം അവർ ഈ കോപ്പ അമേരിക്ക ജയിച്ച ശേഷം ടീം അല്പം മങ്ങിപ്പോകുന്നു. ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അവർ പിന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിലവിൽ അവർ 5ാം സ്ഥാനത്താണ്. അപ്പോൾ അല്പം മങ്ങിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഒരു ശക്തമായ തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ടീമാണ്. നേരെ മറിച്ച് അർജന്റീന ലോകകപ്പിൻ്റെ ഫൈനലിലും എത്തുന്നു. ഒപ്പം തന്നെ കോപ്പ അമേരിക്കയുടെ തുടർച്ചയായി 3ാം തവണ എത്തുന്നു. ഫൈനലിലെത്തുന്ന ടീമാണ്. ഇവിടെ അർജന്റീനയെ വീഴ്ത്തുക എന്നത് ചിലിക്ക് കഴിഞ്ഞ തവണ ടൈ ബ്രേക്കർ വരെ നീണ്ടിരുന്നു. ഇതുവരെ ഒരു മത്സരത്തിൽ, കോപ്പ അമേരിക്കയിലെ ഒരു മത്സരത്തിൽ പോലും 90 മിനിറ്റ് സമയത്തിൽ അർജന്റീനയെ തോൽപ്പിക്കാൻ ചിലിക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ടൈ ബ്രേക്കറിലായിരുന്നു ജയിക്കുന്നത്.
എന്നാൽ ഇത്തവണ അതിനു മുമ്പ് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ വളരെ ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്ന ഒരു ടീമാണ്. ഒരു ടീം എന്ന നിലയിൽ വിദാലിനെ പോലെയുള്ള താരങ്ങളുണ്ട്, സാഞ്ചസ് ഉണ്ട്. എന്നാൽ അവരെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ടീമല്ല. സെമി ഫൈനലിൽ വിദാൽ ഇല്ലാതെയാണ് അവർ കൊളംബിയയെ തോൽപ്പിക്കുന്നത്. അപ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് പുതിയ PC എന്ന അവരുടെ പുതിയ പരിശീലകൻ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണത്തുള്ള പരിശീലകൻ അദ്ദേഹം സ്വയം പിന്മാറുകയായിരുന്നു. പിന്നീട് PC വരുന്നു. ഇദ്ദേഹം അവലംബിക്കുന്ന തന്ത്രം സാഞ്ചസിനെയും സാഞ്ചസിനെ അതിവേഗക്കാരനായ സാഞ്ചസിനെ പോലെയുള്ള താരങ്ങൾ കൗണ്ടർ അറ്റാക്കിംഗ് ആയിരിക്കും ശ്രമിക്കുക. സ്വാഭാവികമായി ഇന്ന് നമ്മൾ കാണുന്ന കളി അർജൻറ്റീന കൂടുതൽ പന്ത് കൈവശം വെച്ച് കളിക്കുകയും മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുകയും സ്വാഭാവികമായും ആ രീതിയിലുള്ള ഒരു കളിയായിരിക്കും. മസ്കരാനോയെ പോലുള്ള നല്ല താരങ്ങൾ അവർക്കുണ്ട്. മെസ്സിയെ മാത്രമായി കാണുന്നില്ല. ഒപ്പം തന്നെ ഹിഗ്വൈൻ തൻ്റെ ഗോൾ അടിക്കാനുള്ള ഫോം ഇത്തവണ നാപ്പോളിക്ക് ആവേശകരമായ ഓരോ നിമിഷവും ആവേശം പങ്കുവെക്കുന്ന രീതിയിലുള്ള ഒരു പോരാട്ടമായിരിക്കും എന്തായാലും ശ്രീ സുധേഷ്. തീർച്ചയായും അത് തന്നെ പറയേണ്ടി വരും. ഒരു തരത്തിലും രണ്ട് ടീമുകളും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. മെസ്സിയെ പൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ, മധ്യനിരയിൽ വിദാലിനും കൂട്ടർക്കും മെസ്സിയെ പൂട്ടാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മൾ ലോകകപ്പ് ഫൈനലിൽ കണ്ടതാണ്, കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ കണ്ടതാണ്, അർജൻറ്റീന ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹിഗ്വൈൻ ഉണ്ടായാലും അഗ്വേറോ ഉണ്ടായാലും അവർക്ക് ഗോൾ അടിക്കാനുള്ള പന്ത് എത്തിച്ചു കൊടുക്കാൻ മെസ്സി എന്ന മഹാനായ താരം, അദ്ദേഹത്തിൻ്റെ കളിക്കിടയിലെ ചില മാജിക്കുകൾ തീർച്ചയായും ആവശ്യമാണ്. അതുതന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ചിലിയെയും അർജന്റീനയെയും വേർതിരിക്കുന്നത്. ഇടവേള അനിവാര്യമായി വന്നിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ദേവദാസിലേക്കും മറ്റ് അതിഥികളിലേക്കും എത്താം. ഇടവേള. കമാൽ വരദൂർ സ്പോർട്സ് നിരീക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ കമാൽ, മത്സരം എന്തായാലും ആവേശം നിറഞ്ഞത് തന്നെയായിരിക്കും. അവിടെ താങ്കൾ കാണുന്ന മുൻതൂക്കം അത് ആർക്കാണ്? ഒപ്പം ചിലിയെയും അർജന്റീനയും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ഒരുപക്ഷെ വിലയിരുത്തിയാൽ വ്യക്തമായ മുൻതൂക്കം അർജന്റീനക്കാണ് ഇത്തവണ കൊടുക്കുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് വേളയിൽ കണ്ടതാണ്. ഫൈനൽ വരെ എത്തിയ അർജന്റീന ഫൈനലിൽ അല്പം നിരാശപ്പെടുത്തി ക്വൈറ്റ്സയുടെ ഗോളിൽ ജർമ്മനി നേടുന്ന ഒരു കാഴ്ച മരക്കാനയിൽ കണ്ട ആ കാഴ്ച ഇപ്പോഴും കൺമുന്നിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ അവിടെ നിന്നും നമ്മൾ ഈ കോപ്പയിലേക്ക് അല്ലെങ്കിൽ നാളത്തെ ഫൈനലിലേക്ക് വരുമ്പോഴും വളരെ പ്രകടമായി കാണുന്ന ഒരു മാറ്റം മെസ്സി എന്ന താരത്തിലാണ്. ലോകകപ്പ് കളിച്ച മെസ്സി അന്നത്തെ അർജന്റീനിയൻ കോച്ച് സെബല്ലയുമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളിൽ അദ്ദേഹം ഫൈനൽ ദിവസം, ഞങ്ങളൊക്കെ തലേ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചതാണ്, അദ്ദേഹത്തിന് ചെറിയ ഗ്ലൂമിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മൈതാനത്ത് വളരെ, അതായത് പതിവിൽ നമ്മൾ കാണുന്ന മെസ്സിയല്ല നമ്മൾ അന്ന് ആ മൈതാനത്ത് മരക്കാനിൽ കണ്ടിരുന്നത്. വളരെ ഗ്ലൂമിയായിട്ട് വളരെ നിരാശനായി കാണപ്പെട്ട ഒരു മെസ്സി. അതായത് ആ മത്സരം 90 മിനിറ്റ് സമനിലയിലായിരുന്നു. അതിനുശേഷം അധിക സമയത്തേക്ക് പോയപ്പോൾ 90 മിനിറ്റിന് ശേഷമുള്ള അധിക സമയത്തിനും ഇടയിലുള്ള ആ സമയം കോച്ച് സെബല്ലെ തന്റെ താരങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഗെയിം പ്ലാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മെസ്സി വളരെ അകലെ, അല്ലെങ്കിൽ അതിലൊന്നും പങ്കെടുക്കാതെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, മാറി നിൽക്കുന്ന ഒരു കാഴ്ച. പിന്നീട് മത്സരത്തിന് ശേഷം നമ്മൾ കണ്ടു, മികച്ച താരമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തെങ്കിൽ പോലും ആ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ നമ്മൾ കോപ്പയിലേക്ക് വരുമ്പോൾ അതേ മെസ്സി വളരെ ഹാപ്പിയാണ്, വളരെ കോൺഫിഡന്റ് ആണ്. ധാരാളം ഗോളുകൾ അദ്ദേഹം നേടുന്നു. ഗോളുകൾ നേടുന്നത് മാത്രമല്ല, ഗോൾ ആഘോഷങ്ങളിൽ വളരെ സജീവമായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഈ ടീമിനെ കുറിച്ച്, ടീമിന്റെ അതായത് സെൽഫി പടങ്ങളൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു. വളരെ കോൺഫിഡന്റ് ആണ്, വളരെ ആവേശത്തിലാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആവേശത്തിൽ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മെസ്സിയെ തോൽപ്പിക്കാൻ ചിലിക്ക് കഴിയില്ല. യെസ്, കമാലിലേക്ക് എത്താം. ശ്രീ ദേവദാസ്, അവിടെ ഏക വ്യക്തിയിലേക്ക് എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ഒരുപക്ഷെ ചിലി എന്ന ടീമിന് ഒരുപക്ഷെ സാഞ്ചസ് ആയാലും വർഗാസ് ആയാലും ഗ്യാരിയും ഒക്കെ ഒരു നല്ല രീതിയിൽ തന്ത്രങ്ങൾ മെനയും മെസ്സിയെ പൂട്ടിക്കഴിയുകയും ചെയ്താൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അർജന്റീനയ്ക്ക് അത്ര എളുപ്പമാകില്ല. കാരണം ആ രീതിയിലുള്ള അട്ടിമറികൾ നടത്തിയ, നല്ല സ്റ്റഡിയായിട്ട് തന്നെ മുന്നോട്ട് പോയി പിഴവുകളൊക്കെയും തിരുത്തി മുന്നോട്ട് പോയ ടീമാണ് ചിലി. പക്ഷേ അതേസമയം പറയുമ്പോഴും മുൻകാല പിഴവുകളൊക്കെ അതിൽ കൊടുക്കേണ്ടി വന്ന വലിയ തോതിലുള്ള വില, അതിൻ്റെ ബോധ്യം കൂടി അർജന്റീനയ്ക്കുണ്ട്. ഈ രണ്ട് ആശയ പോരാട്ടങ്ങൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക, ഈ മറ്റേ ഇപ്പോൾ ഈ മെസ്സി ഇൻഡിവിജ്വൽ സ്റ്റാർസിനല്ല ടീമാണെന്നുള്ള കാര്യം ഈ കൊല്ലത്തെ ഒരു രണ്ട് കളി ഒന്ന് മാത്രം നോക്കുക. 5000-1 മാത്രമുള്ള ലെസ്റ്റർ സിറ്റി ക്ലബ്ബ് വിൻ ചെയ്തു. ഇപ്പോൾ ഈ അമേരിക്കയിൽ തന്നെ ബാസ്കറ്റ്ബോളിലെ NBA ക്ലെവലൻഡ് കാവലിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ജയിച്ചു 64-ന് ശേഷം ആദ്യമായിട്ട്. അപ്പോൾ ആസ് എ ടീം നിങ്ങൾ 3-1 പിന്നിട്ട് നിന്നിട്ട് ആ ബാസ്കറ്റ്ബോൾ കഴിഞ്ഞ ആഴ്ചയാണ് അവർ ജയിച്ചത്. അപ്പോൾ ഇവിടെ ഒരു ടീമായിട്ട് ഇപ്പോൾ ഏർലിയർ
കമാൽ വരദൂറും സുദേശും പറഞ്ഞ പോലെ തന്നെ ഇപ്പാണ് മെസ്സി എല്ലാം ഒരു ടീമായിട്ട് ജെല്ല് ചെയ്യുന്നത്. അല്ലേ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ടൊന്നും ഫുട്ബോളിൽ ഇപ്പം ജയിക്കാൻ വളരെ വിഷമം. അത് മാരഡോണക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് മാരഡോണനെ ഗ്രേറ്റ്. നാളെ മെസ്സിക്ക് കോപ്പ മാത്രമല്ല നേരിടേണ്ടത്. അവിടെ മാരഡോണ ഒരു ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ തോറ്റാൽ ഇങ്ങോട്ട് മടങ്ങി വരേണ്ടതെന്നാണ്. അപ്പം മാരഡോണ പെലെയോട് ഡയറക്റ്റായിട്ട് പാരീസ് ഓപ്പണിൽ യൂറോ ഓപ്പണിൽ ഉദ്ഘാടനത്തിൽ തന്നെ പറഞ്ഞു, മെസ്സിക്ക് ഒരു ലീഡർഷിപ്പ് കഴിവുമില്ല, ഒരു ഇതുമില്ല, പാഷനും ഇല്ല എന്ന്. അപ്പോൾ അതിനെല്ലാം ഉള്ള ചോദ്യവും ഉത്തരവും നാളെ കിട്ടണം. ജയിക്കുകയും വേണം. പ്ലസ് നാളെ മെസ്സി ജയിച്ചാൽ 2019 റഷ്യയിലേക്ക് മെസ്സി ജയിക്കാൻ പോകുന്ന അർജൻറ്റീനേൻ്റെ ഒരു ബൂം. ഇപ്പോൾ ഡെബ്ലി എന്നെല്ലാം പറഞ്ഞ കളിക്കാരനുണ്ട് അവിടെ, 22 ഇയർ ഓൾഡ് യുവൻറ്റസിൻ്റെ പ്ലേ. അപ്പോൾ അങ്ങനെ യങ്സ്റ്റേഴ്സ് എല്ലാം പൊന്തി വരണം. അതേ സമയത്ത് ബ്രസീലിനപ്പോൾ ഒരു വാശിയാവും, ബ്രസീലിനും ഈ ടിറ്റോൻ്റെ നേതൃത്വത്തിൽ മടങ്ങി വരാം. അപ്പോൾ ആകെ ഒരു എക്സ്പ്ലോസീവ് സിറ്റുവേഷനിലേക്ക് മെസ്സിക്ക് ഇനി ഞാൻ കോച്ചിന് എനിക്ക് സന്തോഷമില്ല, അതൊന്നും മെസ്സിൻ്റെ കാലം. മെസ്സി ഇപ്പം എന്ന് പറഞ്ഞാൽ മാരഡോണൻ്റെ റോൾ എടുക്കേണ്ടിയാണ്. നാളെ 86 മാരഡോണ ജയിപ്പിച്ച പോലെ ജയിപ്പിച്ചാലേ മെസ്സിക്ക് വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ടുള്ള വേൾഡ്സ് ഗ്രേറ്റസ്റ്റിൻ്റെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് മെസ്സി വേറെ പ്ലെയർ പോലെയല്ല, പെലെ, മാരഡോണ, മെസ്സി. അതിൽ വരണ്ടിക്കൽ കോപ്പ മാത്രമല്ല, കോപ്പ കഴിഞ്ഞ് വേൾഡ് കപ്പും ജയിക്കണം. പക്ഷേ കോപ്പ ഒരു സ്റ്റെപ്പാണ്. കോപ്പ ജയിച്ചാൽ അവിടെ ഒരു എക്സ്പ്ലോസീവ് സിറ്റുവേഷൻ ഉണ്ടാവും. ആ കളിക്കാരെല്ലാം ഇത് കൂടും. പിന്നെ ഈ സജിൻ പറഞ്ഞത് ശരി, എന്താ പറയുക, യാര, ഇസ്ലാം, മെഡ്ലി, ആ ഡിഫൻസും ബ്രേവോ എന്ന ഗോൾ കീപ്പറുമാണ് ഏറ്റവും ബെസ്റ്റ്. അർജൻറ്റീനേൻ്റെ കൗണ്ടർ അറ്റാക്കിൽ ഒരാട് സ്ലോ ബോളിയാണ് തോന്നുന്നു, പിൻവശം, ബാക്ക് വശം. അതുകൊണ്ടാണ് ആ കൗണ്ടർ അറ്റാക്കിന് നേരിടണമെങ്കിൽ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്, വിഡാൽ വളരെ സ്ട്രോങ് ആണ്, മിഡ്ഫീൽഡ് ഹെർണാണ്ടസ് സ്ട്രോങ് ആണ്. അപ്പോൾ അവർ പോസിബിലിറ്റി ഓൾ ഔട്ട് അറ്റാക്കിലേക്കാണ് ഫസ്റ്റ് 15 മിനിറ്റ്സ്. നാളെ ഒരു ഓൾ ഔട്ട് അറ്റാക്കാണ് ചിലീൻ്റെ വരിക ഫസ്റ്റ് 15 മിനിറ്റ്സ്, എന്നിട്ടേ കളി തുടങ്ങുള്ളൂ. അതുകൊണ്ട് മെസ്സി മസ്റ്റ് ബി അറ്റ് ഈസ് ബെസ്റ്റ്. മെസ്സി ഇനി ഒന്നും ആലോചിക്കാനില്ല. മെസ്സി ഗ്രേറ്റസ്റ്റിൻ്റെ സ്റ്റെപ്പ് എടുക്കാനുള്ള സ്റ്റെപ്സാണ് നാളെ. അതായത് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് എവർ പ്ലെയർ പെലെ, മാരഡോണ, മെസ്സി എന്ന് പറയുന്നത്. ശ്രീ പന്യൻ രവീന്ദ്രൻ, ഇവിടെ ദേവദാസ് അടക്കം സുദേശ് അടക്കം സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ അമിത സമ്മർദ്ദത്തിലേക്ക് കൂടുതൽ ആത്മവിശ്വാസം അല്ലെങ്കിൽ ചെലുത്തപ്പെടുന്നു മെസ്സിയിലേക്ക്. പക്ഷേ ടീമുകൾ നോക്കിയാൽ ചിരിയെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് പല അപകടങ്ങളും മൈതാനത്ത് പതിയിരിക്കുന്നു. മെസ്സിയെ തളച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ താങ്കളുടെയൊക്കെ തന്നെ ആഗ്രഹം, അത് വീണ്ടും അതിൻ്റെ സമയം ദൈർഘ്യം വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ശ്രീ പന്യൻ, അർജന്റീന എന്ന ടീമിനെ അങ്ങനെ മാത്രം കാണരുത്. അർജന്റീന ഇത്തവണ കളിച്ച് വരുമ്പോൾ ഒരു നല്ല ടീമായി വന്നിട്ടുണ്ട്. മെസ്സിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യണ്ട. മെസ്സി തന്നെ ഫുൾ ടൈം ഇറങ്ങിയാലും അവർ നന്നായി കളിക്കും. പക്ഷെ മെസ്സി അവർക്കൊരു ബലമാണ്. മെസ്സി എന്ന കളിക്കാരന്റെ ബലത്തിൽ അവർ കളിക്കുന്നുണ്ട്. മെസ്സിയെ പൂട്ടിയിട്ടാൽ എന്താവുമെന്നാണ് നമ്മളെ ആശങ്കൊന്നും വേണ്ട. പൂട്ടിയിടുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ടീമിനെയും അവർ കൊണ്ടുപോയി ഇറക്കുന്നത്. അർജന്റീന എന്ന ടീം മെസ്സിയെ പൂട്ടിയിടും എതിരാളികൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഇവർക്കില്ല. അതനുസരിച്ച് തന്നെ മെസ്സി പലപ്പോഴും താൻ ഗോളടിക്കുക എന്നുള്ളതല്ല അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹം മറ്റു കളിക്കാരെ കൊണ്ട് ഗോളടിപ്പിക്കുക എന്നുള്ളതാണ്. ജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയാൻ മെസ്സിയെയും അവരുടെ കോച്ചിനെയും പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. കളിക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുക. കാരണം അനുഭവമുണ്ടല്ലോ, കഴിഞ്ഞവണ 90 മിനിറ്റ് നേരം വേൾഡ് കപ്പിൽ കളിച്ച് അവസാനമായി ആ തകർന്നുപോയ തകർച്ചയുടെ അനുഭവം ഉണ്ടല്ലോ, അതൊരിക്കലും തിരിച്ചു വരാതിരിക്കാൻ കോപ്പ അമേരിക്ക ഇത്തവണ കയ്യിൽ കിട്ടണം. അത് കിട്ടിയാലേ ഇനി വേൾഡ് കപ്പിലേക്ക് പോകാൻ കഴിയും. അത് കിട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഈ പറഞ്ഞ കൂട്ടായ്മ, എനിക്ക് തോന്നുന്ന മറ്റു ടീം മോശം എന്നല്ല ഞാൻ പറയുന്നത്, നല്ല കളിയായിരിക്കും. നല്ല കളിക്ക് പറ്റിയ ചിരി നല്ല ടീമുമാണ്. അത് തന്നെയാണ് ശ്രീ പന്യൻ, ആ നല്ല കളി അത് തന്നെയാണ് കാത്തിരിക്കാൻ. ശ്രീ സുദേശ്, അവസാനമായി സമയം ബുദ്ധിമുട്ട് കൊണ്ടാണ് ശ്രീ പന്യൻ നിർത്തേണ്ടി വരുന്നത്. ശ്രീ സുദേശ്, എന്തായാലും ഫുട്ബോളാണ്, പലതും സംഭവിക്കാം, അതാണ് ഫുട്ബോളിനെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ട് ചില അനുഭവങ്ങളിലെ തിരിച്ചറിവ് അത് അർജന്റീനയ്ക്ക് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ കാത്തിരിപ്പിനൊക്കെ മെസ്സി ആരാധകർക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല എന്നായിരിക്കുമോ? തീർച്ചയായും. ഇന്നത്തെ ഇതുവരെയുള്ള ടീം, ഞാൻ പറഞ്ഞു, ടീമിൻ്റെ ഫോം പരിശോധിക്കുക. നമുക്കറിയാം അർജന്റീന കഴിഞ്ഞ ലോകകപ്പിന് ശേഷവും നല്ല ഫോമിൽ കളിക്കുന്നു. ലാറ്റിൻ അമേരിക്കൻ ക്വാളിഫയിങ് മത്സരങ്ങൾ നന്നായി കളിക്കുന്നു. ഒപ്പം തന്നെ ഈ കോപ്പ അമേരിക്കയിൽ തുടക്കം തൊട്ട് അവർ മറ്റു എതിർ ടീമുകളെ വളരെ ആധികാരികമായി തോൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ സഹ പറഞ്ഞതുപോലെ തന്നെ ആ ടീമുകൾ ഒറ്റക്കെട്ടായി ഒരു ടീം എന്ന നിലയിൽ ഒന്നിച്ച് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ബ്രസീലിനെയും അർജന്റീനയെയും വേർതിരിക്കുന്നത്. ഒപ്പം തന്നെ മെസ്സി എന്ന മാന്ത്രിക താരം അവർക്ക് നിലവിലുണ്ടാകുന്നതോടുകൂടി അദ്ദേഹത്തിന് വളരെ സ്വാതന്ത്ര്യത്തോടെ കളിക്കാനുള്ള അവസരമാണ് കോച്ച് ജെറാർഡ് മാർട്ടിനോ കൊടുത്തിട്ടുള്ളത്. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ പലർക്കും അദ്ദേഹത്തെ പൂട്ടുക എന്നുള്ളത്, അദ്ദേഹത്തെ പൂട്ടുക
ഒപ്പം തന്നെ ഹിഗ്വേനെയും മസ്കറാനോയും പോലുള്ള താരങ്ങളെയും കൂടെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ മെസ്സിയെ പൂട്ടുക എന്നുള്ളത് മാത്രമായിരിക്കില്ല ചിലിയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ മൊത്തത്തിൽ ഒരു ഓൾ ഔട്ട് നല്ല ഗെയിം, ഒരു ടീം ഗെയിം കളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കും അവർ വരുന്നത്. അപ്പോൾ വളരെ സൂക്ഷിച്ചു മാത്രമേ, മറ്റു എതിരാളികളെ കണ്ടതുപോലെ അർജൻറ്റീനയ്ക്ക് ഇന്ന് ചിലിയെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്പം ശ്രദ്ധയോടെ കളിക്കേണ്ടി വരും. എങ്കിൽ പോലും പതുക്കെ താളം കണ്ടെത്തി അർജൻറ്റീന മെസ്സിയുടെ നേതൃത്വത്തിൽ നല്ല മുന്നേറ്റങ്ങൾ നടത്തുകയും മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. എന്നാൽ ഏത് നിമിഷവും ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ചിലി ഒരു ഗോൾ അടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ, പറഞ്ഞതുപോലെ ഇസ്ലിയെയും മറ്റും പോലുള്ള മെഡലിനെ പോലുള്ള നല്ല ഡിഫൻഡേഴ്സാണ് ചിലിക്കുള്ളത്. വിദാലിനെ പോലുള്ള താരങ്ങൾ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ പോലും തിളങ്ങാൻ സാധ്യതയുള്ളവരാണ്, കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഗോൾ വഴങ്ങുന്ന സാഹചര്യം പ്രയാസമുണ്ടാക്കും. എങ്കിൽ പോലും അങ്ങനെയില്ലാതെ ഒരു മെസ്സി മാജിക്കിൽ അർജൻറ്റീന ഈ കിരീടം ചൂടുന്നത് കാണാൻ തന്നെയാണ് ലോകം മുഴുവനുള്ള അർജൻറ്റീന ഫുട്ബോൾ ആരാധകരും ഒപ്പം തന്നെ ഈ ടീമിനൊപ്പം ഏറെ നാളായുള്ള ആരാധകരും എല്ലാം കാത്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ വലിയൊരു വിഭാഗം അതിനാണ് കാത്തിരിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ എന്തായാലും കാണികൾക്കും കുറവുണ്ടാകില്ല. ശ്രീ സുധീഷ്, ദേവദാസിലേക്ക് സമയക്കുറവുണ്ട്, ദേവദാസിലേക്ക് പോകാൻ കഴിയില്ല. ചർച്ചയിൽ പങ്കെടുത്ത ദേവദാസ്, ഒപ്പം തന്നെ സുധീഷ്, കമാൽ വരദൂർ, ഒപ്പം പന്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത്. 5:30 ഇന്ത്യൻ സമയം 5:30 തന്നെ കിക്ക് ഓഫ് കാണാം. ഏവരും ഇനി ആരായിരിക്കും കോപ്പയിൽ കിരീടധാരി, ആരായിരിക്കും കോപ്പയിലെ കപ്പ് ഉയർത്തുക, ആ നിമിഷങ്ങളിലേക്കായിരിക്കും ഇനി കാത്തിരിപ്പ്.